കർണാടകയിലെ BSc നേഴ്സിംഗ് അഡ്മിഷൻ KEയുടെ ഓപ്പൺ എൻട്രിയെക്കുറിച്ച് ചില പുതിയ അപ്ഡേറ്റുകൾ. നമസ്കാരം, ഞാൻ MK തോമസ്. നമ്മളെല്ലാവരും ഓപ്ഷൻ എൻട്രി കൊടുത്ത് നല്ല കോളേജ് തിരഞ്ഞെടുത്ത് KEയുടെ അലോട്ട്മെൻറ്റ് വഴി കർണാടകയിലോട്ട് നേഴ്സിംഗ് പഠിക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ ഇന്നലെ രാത്രി 12 മണിയായപ്പം ഓപ്ഷൻ എൻട്രി ലിങ്ക് ക്ലോസ് ആയി. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ ഓപ്ഷൻ എൻട്രി ലിങ്ക് വീണ്ടും ഓപ്പൺ ആയിട്ടുണ്ട്. 22-ാം തീയതി വരെ ആ ലിങ്ക് അവിടെ ഉണ്ട്. ഓപ്ഷൻ എൻട്രി പല കാരണങ്ങളാൽ ചെയ്യാൻ സാധിക്കാത്തവരും പൈസ പോയവരും ഒക്കെ ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തണം. ഇനി ഓപ്ഷൻ എൻട്രി നിങ്ങൾക്ക് എങ്ങനെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ ഓപ്ഷൻ എൻട്രിയിൽ ആ കോളേജിന് കോഡ് കൊടുത്തിട്ടുണ്ട്. അത് പ്രകാരം നിങ്ങൾക്ക് എത്ര കോളേജ് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, എൻട്രി ചെയ്യാം. റൈറ്റ് സൈഡിലെ കോളത്തിൽ ചോയ്സ് 1, 2, 3 മുന്നിട്ട് കൊടുക്കണം. അത് മറന്നു പോകരുത്. ഒരു കുട്ടിയുടെ ഓപ്ഷൻ എൻട്രി എങ്ങനെയാണ് ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു സാമ്പിൾ ഞാനിവിടെ കാണിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ആശ്വസിക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. ഓപ്ഷൻ എൻട്രി തുടങ്ങിയപ്പം ഓരോ കുട്ടിയുടെയും ഫേസ് വെരിഫിക്കേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ വീണ്ടും അത് ഓപ്പൺ ആയപ്പോൾ ഫേസ് വെരിഫിക്കേഷൻ അവിടുന്ന് മാറ്റി. അത് എൻ്റെ മിടുക്കല്ല, ഞാനുമായിട്ട് ഈ KEയുടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉടുപ്പി സ്വദേശിയായ ഒരു മിതേഷ് കുമാറാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അദ്ദേഹം തരുന്ന ഇൻസ്ട്രക്ഷൻ ഞാൻ ബാംഗ്ലൂർ KEയുടെ ഓഫീസും ബാംഗ്ലൂർ ഇരുന്നുകൊണ്ട് അത് വേണ്ട രീതിയിൽ തരുന്ന ഇൻസ്ട്രക്ഷൻസ് ഞാൻ പാലിച്ചു. അതിന് നമ്മളുമായിട്ട് സഹകരിച്ച് പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു സംഘടനയുടെ അഖിലേന്ത്യാ അധ്യക്ഷനാണ്. നിങ്ങളുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ അദ്ദേഹത്തിനോട് എല്ലാവിധ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ അദ്ദേഹത്തെ ബ്രദർ എന്നാണ് വിളിക്കുന്നത്. മിസ്റ്റർ ബ്രദർ മിതേഷ് കുമാർ, വി സല്യൂട്ട് യു ഫോർ യുവർ ഹാർഡ് വർക്ക്. താങ്ക് യു വെരി മച്ച്. അപ്പം എല്ലാവരും അത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പോലെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നല്ലത് വരട്ടെ. ഒന്നുകൂടെ പറയുന്നു, ഓപ്ഷൻ എൻട്രി നല്ലതുപോലെ ചെയ്യുക. 2,20,000 റാങ്ക്. അതിനകത്ത് വരുന്നവർക്ക് മെഡിക്കൽ കോളേജ് ലഭിച്ചിരിക്കും. വീണ്ടും പറയുന്നു, ആരും ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. താല്പര്യമുള്ളവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റൊക്കെ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.